ഈ പഹൽഗാം കൂട്ടക്കൊലയ്ക്കൊരു സർജിക്കൽ സ്ട്രൈക്ക് അത് വേണ്ടതാണ്. പാകിസ്ഥാൻ പോലും അത് പ്രതീക്ഷിച്ചു. ഈ യുദ്ധം എന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. അതായത് ഒരു യുദ്ധം ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും ഈ രണ്ട് രാജ്യങ്ങൾക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് നശിക്കാനുണ്ടായത് ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഇന്ത്യ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ട് വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടു വട്ടമെങ്കിലും നമ്മുടെ രാജ്യത്തിന് നമുക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷേ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അടിക്കിനടുത്ത് അടി കൊടുക്കുക തന്നെ വേണം. ഞാൻ ഫെലിക്സ് മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാളെടുക്കുന്നവൻ വാളാൽ എന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നം ഒന്ന്. മറ്റൊന്ന്, ഈ പാകിസ്ഥാന്റെ തൊട്ടടുത്തുള്ള പ്രവിശ്യകൾ, അതായത് ബലൂചിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ചില അറ്റാക്കുകളും ചില പ്രതിരോധങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വെറുതെ അടിക്കുകയല്ല, ടാർഗറ്റ് ചെയ്ത് കൃത്യം ഈ ആളുകളെ കൊല്ലാൻ ഈ പാകിസ്ഥാൻ ഈ ട്രെയിനിങ് കൊടുത്തിട്ട് തക്ബീർ വിളിച്ച് നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് പറഞ്ഞു വിട്ടുന്ന ചില അറവുശാലകൾ പാകിസ്ഥാനുണ്ട്. ആ അറവുശാലകൾക്കെതിരെയാണ് ഇന്ത്യയുടെ ആ അറ്റാക്ക്. ഏകദേശം കൃത്യമായ 9 സ്ഥലങ്ങളിലും ടാർഗറ്റ് ചെയ്തിട്ട് 9 സ്ഥലങ്ങളും തകർത്തു എന്നാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന വിവരം. 9 സ്ഥലങ്ങൾ ആക്രമിച്ചു തകർത്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് ഇത്തരം തീവ്രവാദികൾക്കാണ്. അതുകൊണ്ട് ഇന്ന് തകർക്കപ്പെട്ട ഈ 9 ഇടങ്ങളെക്കാളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ മറ്റൊരു 9 സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ മസൂദ് അസർ അറിയില്ലേ? ഈ മസൂദ് അസർ, അതായത് ഈ വെട്ടവളയിലാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാന അറ്റാക്കുകൾ. അതായത് നമ്മുടെ പാർലമെന്റ് അറ്റാക്ക്, നമ്മുടെ ബോംബെയിൽ ഈ താജ്മഹൽ ഹോട്ടലിലുണ്ടായ അറ്റാക്കിന്റെ ഒരു സൂത്രധാരൻ കൂടിയായിരുന്നു ഈ മസൂദ് അസർ. അതായത് നമ്മുടെ പാകിസ്ഥാന്റെ ധീരസേനാനി. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പണി ഏറ്റു. ഈ കുഞ്ഞു കുട്ടികളടക്കം 10 എണ്ണത്തിനെയാണ് ഈ വേട്ടാവളിയുടെ കുടുംബത്തിലുള്ളവർ തീർത്തത് ഇന്ത്യൻ. ഇവരൊക്കെ ഇപ്പോൾ അങ്ങ് മേലിൽ പോയി ഒരു ദർശനം നൽകിയിട്ട് ഇപ്പോൾ ഈ മധ്യപ്പുഴയിൽ നീന്തി തുടിച്ചു വന്ന് അവിടുത്തെ ഹൂറികളുമായിട്ടൊക്കെ രമിക്കുകയായിരുന്നു. താങ്കൾക്കും ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഒത്തുചേരാനോ ഈ മധ്യപ്പുഴയിലൊക്കെ നീന്തി തുടിച്ചാറാടി ഈ ഹൂറികളുമായിട്ടൊക്കെ രമിക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഇന്ത്യൻ ഫോഴ്സ് തന്നെ, നമ്മുടെ മിലിറ്ററി തന്നെ ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പണി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ഇസ്രയേലിന്റെ സ്ട്രാറ്റജി അറിയില്ലേ? ഈ തീവ്രവാദമായിട്ട് വരുന്ന അല്ലെങ്കിൽ തീവ്രവാദ കൂട്ടത്തിന്റെ നേതാവായിട്ട് വരുന്നവനെ ഒക്കെ തീർക്കുക, അതാണ് വേണ്ടത്. അക്കണക്കിന് നമ്മൾ ആദ്യം തീർക്കേണ്ടത് ഈ മസൂദ് അസറിനെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ തീർക്കേണ്ടത് നമ്മുടെ പാകിസ്ഥാൻ മിലിറ്ററി ജനറലെയാണ്, അസീം മുനീർ. അവനെയാണ് തീർക്കേണ്ടത്. ഒഫീഷ്യൽസിന്റെ ഒരു വേദിയിൽ ഇദ്ദേഹം കാശ്മീരിനെ കുറിച്ച് പ്രസംഗിച്ചത്, കാശ്മീർ അവരുടെ അണ്ണാക്കിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ കാശ്മീർ വീണ്ടെടുക്കുന്നതിന് പോരാടുന്ന പോരാളികൾക്കൊക്കെ മിലിറ്ററിയുടെ സപ്പോർട്ട്, പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്നൊക്കെയാണ് ഈ വേട്ടാവളിയിൽ ആ വേദിയിൽ പ്രസംഗിച്ചത്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു നയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ പ്രസംഗിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു മിലിറ്ററിയുടെ തലവനാണ് ഈ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തൊരു വേദിയിലാണ് ഇദ്ദേഹം പ്രസംഗിക്കുന്നത്. ഇതാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാനെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കുക എന്നുള്ളത് അവിടുത്തെ ഭരണസമിതി ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ഈ കാശ്മീർ എന്ന് പൊക്കിപ്പിടിച്ച് നിർത്തുന്നത് ഈ മിലിറ്ററിക്കാണ് അതുകൊണ്ടുള്ള ആവശ്യം. ഇത്തരം ഉള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ തീർത്ത് കെട്ടേണ്ടത്. ഇവനെയൊക്കെയാണ് നമ്മൾ തീർക്കേണ്ടത്. അതായത് ഈ മൊസാദിനെ പോലെ ഒരു ചാര സംഘടനയെ ട്രെയിൻ ചെയ്ത് അങ്ങോട്ട് ഇറക്കി വിടണം. ഇവനെയൊക്കെ തീർത്തിട്ട് വരണം. ഈ തീർക്കുന്നത് ആരും അറിയരുത്. അതായത് നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ കീചകൻ ചാത്തിട്ടുണ്ടെങ്കിൽ അത് കൊന്നവൻ ഭീമൻ തന്നെയായിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ ഇവരിങ്ങനെ പറഞ്ഞുള്ളത്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചത് ഇതൊന്നുമല്ല. എനിക്ക് പത്രപ്രവർത്തന മേഖലയിൽ 30 കൊല്ലത്തെ പരിചയമുണ്ട് എന്നൊക്കെ നിരന്തരം വന്നിരുന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഒരു പ്രമുഖൻ ഈ നാറിയുടെ തെണ്ടിത്തരം കേട്ടിട്ടാണ് നമ്മളെല്ലാം, ഞാനും നിങ്ങളുമെല്ലാം ഞെട്ടിയത്. അതായത് 8-ാം തീയതി രാവിലെയാണ് ഇന്ത്യയുടെ ഒരു എയർ സ്ട്രൈക്ക് പാകിസ്ഥാൻ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ 3 റഫേൽ വിമാനങ്ങളെ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നുള്ളതായിരുന്നു. പാകിസ്ഥാന്റെ വാദം 5 എന്നായിരുന്നു. പക്ഷേ 3 ഫൈറ്റർ വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ഓഫീഷ്യൽസ് സ്ഥിരീകരിച്ചു എന്നാണ് ഇദ്ദേഹം വന്നിരുന്നു വാർത്ത പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഈ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ പ്രധാനമന്ത്രിയെയും നമ്മുടെ ഫോഴ്സിനെയും മിലിറ്ററിയും ഒക്കെയാണ് തെറി വിളിച്ചത്.
ഇവനൊക്കെ എന്ത് ഒലത്തിക്കാണ് അവിടെ പോയി ഉണ്ടാക്കിയതെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരുന്നു സംസാരിച്ചത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ ഉണ്ണാക്കൻ പാതിരാത്രി കഴിഞ്ഞ് സ്വപ്നം കൊണ്ട് ഞെട്ടി ഉണർന്ന് മുഖം പോലും കഴുകാതെ അന്ന് കണ്ട സ്വപ്നം വന്ന് ഈ തൊള്ള തുറക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. എപ്പോൾ വീഡിയോ ചെയ്താലും ഈ ഗീർവാണത്തിന് ഒരു കുറവുണ്ടാവില്ല. പ്രധാനമായും ഞാൻ 30 കൊല്ലം പത്രപ്രവർത്തനം തുളിച്ച കാര്യം ഇയാളെ പറയും. അത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഏരിയയിലും എന്നെ പിടിച്ചു വെക്കാറുണ്ട്. അതായത് എനിക്ക് എല്ലാ മേഖലകളിലും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പിടിച്ചു വെക്കാന്ന് പറഞ്ഞാൽ അതുപോലെ പിടിച്ചു വെച്ച് കൊടുക്കുന്നവരാണ് ഈ റോയൽറ്റീസ്. ഈ റോയൽറ്റീസിന്റെ വാർത്ത കേട്ടിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വന്നിരുന്നത് വിളമ്പി വെളുപ്പിച്ചത്. പക്ഷേ ഊമ്പിപ്പോയി. അതായത് ഇദ്ദേഹം പറയുന്നത് ഈ റോയൽറ്റീസിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഒറിജിൻ ഇന്ത്യൻ ആണ്. എന്താ ഈ ഒറിജിൻ ഇന്ത്യക്കാർ കള്ളം പറയും? പക്ഷെ താങ്കൾ ഈ നേരം വെളുത്ത് വന്നിരുന്ന ഈ പറഞ്ഞ നുണകളൊക്കെ, വെള്ളം തൊടാതെ പറഞ്ഞ ഈ നുണകളൊക്കെ താങ്കൾ ഇന്ത്യൻ ഒറിജിൻ ആകാത്തതുകൊണ്ടാണ്. താങ്കൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. താങ്കൾ സത്യം പറഞ്ഞാൽ താങ്കൾ ഈ അഹങ്കാരം മൂത്ത് അന്ധനായി പോയതാണ് താങ്കളുടെ ഒരു പ്രശ്നം. അതല്ലെങ്കിൽ പറ്റിയ തെറ്റു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കളുടെ വ്യൂവേഴ്സിനെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം താങ്കൾക്കുണ്ടായിരുന്നു. പകരം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇത്തരത്തിലാണ് വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോ എന്നൊക്കെ വന്നിരുന്ന് പറയുന്നത് ഒരുമായി കോത്തായത്തിലെ വർത്തമാനമല്ലേ താങ്കൾ നടത്തിയത്? നമ്മൾ രാവിലെ ഫോണെടുത്ത് കഞ്ഞിക്കുള്ള വക ഉണ്ടാക്കാനല്ല താങ്കളുടെ വീഡിയോ കാണുന്നത്. കഞ്ഞിക്കുള്ള വകയൊക്കെ താങ്കളാണല്ലോ ഉണ്ടാകുന്നത്. ഇഷ്ടമില്ലാത്തവർ എൻ്റെ വീഡിയോ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോ എന്ന് പറയുന്നതിന് പകരം നിരുത്തരവാദപരമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അതും സ്വന്തം രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ഫോഴ്സിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ച് ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച താങ്കൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത് പൂട്ടിക്കെട്ടി പോവുകയാണ് വേണ്ടത്. താങ്കൾ ആരെന്നാണ് താങ്കളുടെ വിചാരം? ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഫൈറ്റർ വിമാനം വെടിവെച്ച് ഇട്ടു എന്നിരിക്കട്ടെ, അത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീഷ്യൽസോ സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പ് ഇത് പബ്ലിക്കിൽ വന്നിരുന്ന ഒരു വിളിച്ചു പറയാൻ താങ്കളെ ആരാണ് ചുമതലപ്പെടുത്തിയത്? രാജ്യദ്രോഹമാണ് താങ്കൾ ചെയ്തത്. ഒരു രാജ്യത്തിൻ്റെ ജനതയെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുകയും ആശങ്കയിലാക്കുകയും വീര്യം കെടുത്തുകയും ചെയ്ത ഒരു നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് താങ്കൾ ഇവിടെ ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇതിനെതിരെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം. താങ്കളുടെ വീഡിയോ ഇന്ത്യയിൽ നിരോധിച്ചു എന്നൊരു വാർത്തയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. നിരോധിച്ചാൽ മാത്രം പോരാ, രാജ്യദ്രോഹ കുറ്റത്തിന് ചാരപ്പണി ചെയ്തതിന് താങ്കളെ പിടിച്ച് അകത്തിടുകയാണ് വേണ്ടത്. എനിക്ക് 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, തേങ്ങയുണ്ട്, മാങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ ഒന്നറിയേണ്ടത്, താങ്കളുടെ തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി താങ്കളുടെ മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കിയല്ല നമ്മൾ ഇന്ത്യൻ ജനത ദൃഷ്ടാന്ത ഭോജനം ഉണ്ണുന്നത്. നിർത്തുന്നു. ഭാരത മാതാ കി